ഉണ്ണി ഏതാണ്ട് വാലേ തീ പിടിച്ച പോലെയാണ് ഇപ്പോൾ നടത്തം. പ്രതി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കാണുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ടെൻഷൻ അടിച്ച് നടക്കുന്ന ഉണ്ണിയെയാണ്. അളിയ, ഇതെന്തു പറ്റി? ഉണ്ണിയെ കണ്ട ഉടൻ തന്നെ പ്രതി അവനോടായി ചോദിച്ചു. നീ ഒരാളാണ് ഇതിനെല്ലാം കാരണം. മര്യാദയ്ക്ക് ഞാൻ എൻ്റെ പാട് നോക്കി പോയതല്ലേ? നീയല്ലേ നിർബന്ധിച്ച് എന്നെ മദ്യപിച്ചത്? ഞാൻ ഒഴിച്ചു തന്നപ്പോൾ അളിയൻ എന്തിനാണ് അത് മേടിച്ചു കുടിക്കാൻ പോയത്? അവൻ കളിച്ചുകൊണ്ടാണ് അത് പറഞ്ഞത്. ഓ, അപ്പൊ കുറ്റം എനിക്കായല്ലേ? അളിയൻ സീരിയസ് ആവാതെ എന്താണെന്ന് വെച്ചാൽ കാര്യം തുറന്നു പറ. എടാ, അതിപ്പോൾ ഞാൻ എങ്ങനെയാണ് നിന്നോട് പറയേണ്ടത്? അളിയൻ ഇപ്പോൾ പറയുന്ന പോലെ പറഞ്ഞാൽ മതി, നോ പ്രോബ്ലം. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. അളിയൻ എന്താന്ന് വെച്ചാൽ തുറന്നു പറ അളിയാ ഒന്ന്. എന്തു തുറന്നു പറയാൻ? ബോധമില്ലാതെ എൻ്റെ ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞെന്നോ? ആണോ? അവൻ സാധാ പോലെ ഉണ്ണിയെ ഒന്ന് നോക്കി, പിന്നെ ഒന്ന് ഞെട്ടി. അളിയപ്പ എന്താ പറഞ്ഞേ? ആ, അത് തന്നെ. എല്ലാം കഴിഞ്ഞോ? കഴിഞ്ഞെന്നല്ലേടാ നിന്നോട് പറഞ്ഞേ. അപ്പോ ഇന്നെല്ലാം നടന്നതൊന്നും ഓർമ്മയില്ലേ? ഇല്ല. അത് സാരമില്ല, ഫസ്റ്റ് നൈറ്റ് വേണമെങ്കിൽ നമുക്കൊന്നുകൂടി റീക്രിയേറ്റ് ചെയ്യാം. നീ വെറുതെ എന്നെ വട്ടാക്കാതെ. എനിക്ക് ഒന്നാമതേ തലയ്ക്ക് മുഴുഭ്രാന്തെടുത്തിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് നീ കൂടെ ഇങ്ങനെ തുടങ്ങല്ലേ? അളിയ, അതിന് അവൾ അളിയന്റെ സ്വന്തം ഭാര്യയല്ലേ, വേറെ ആരും അല്ലല്ലോ. പിന്നെ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? നിനക്കറിയില്ല അവളുടെ ശരിക്കുള്ള സ്വഭാവം. ഇതും പറഞ്ഞ് അവൾ എല്ലാവരുടെ മുമ്പിൽ വെച്ച് എന്നെ നാണം കെടുത്തു. അവൾ എന്തായാലും അളിയൻ പറഞ്ഞതുപോലെ ഒന്നും പറയാൻ പോകുന്നില്ല. അളിയൻ ഈ ടെൻഷനൊക്കെ ഒന്ന് മാറാൻ 2 വിടുന്നു. ഇന്നലെ ഒന്ന് വിട്ടതിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. അതിന്റെ ഇടയ്ക്ക ഇനി 2. നീ ഒന്ന് പോയേ. അവൻ തലയിൽ കൈവച്ചുകൊണ്ടാണ് പറയുന്നത് അത്രയും. പാവ ഉണ്ണി കരുതിയിരിക്കുന്നത് ഇന്നലെ കഴിച്ചതിന്റെ ഹാങ് ഓവർ കൊണ്ടായിരിക്കും തനിക്ക് തലവേദന എടുക്കുന്നതെന്നാണ്. എന്നാൽ ഇന്നലെ പുള്ളിക്കാരന് പനി അടിച്ചതൊന്നും അറിഞ്ഞിരുന്നില്ല. അതിൻ്റെയാണ് ഈ തലവേദന. എന്ത് ചെയ്യാൻ ഈ ചെറുക്കനെ കൊണ്ടല്ലേ? ഒരു പനി വന്നതുപോലും അറിഞ്ഞില്ലെന്ന് വെച്ചാൽ അളിയനെ തലവേദനിക്കുന്നുണ്ടോ? ചെറുതായിട്ട്. 2 കഴിച്ചാൽ മതി, തലവേദനയൊക്കെ മാറിക്കോളൂ. എടാ, നിന്നോട് ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ മദ്യം കഴിക്കുന്ന ആളൊന്നും അല്ലെന്ന്. ഈ തലവേദന മാറണമെങ്കിൽ മതി, അല്ലാതെ എനിക്ക് വലിയ നിർബന്ധമൊന്നും ഉണ്ടായിട്ടല്ല. എടാ, ഈ സമയത്ത് പ്രതി തൻ്റെ വാച്ചിലേക്കൊന്ന് നോക്കി. സമയം എന്തുവാ, 7:45 കഴിഞ്ഞു. അതല്ലടാ, അച്ഛനൊക്കെ ഉള്ളതല്ലേ? അളിയൻ എന്താ വിചാരിച്ചിരിക്കുന്നേ? വല്യച്ഛനൊക്കെ നല്ല ഹീറ, ഞങ്ങളൊക്കെ നല്ല ഫ്രണ്ട്സാ. എന്തു വേണമെങ്കിലും തുറന്നു പറയാം. ഒരുമിച്ചിരുന്ന് കഴിച്ചിട്ടുമുണ്ട്. നീ ആരുടെ കാര്യമായി പറയുന്നത്? ശിവാനിയുടെ അച്ഛൻ്റെ കാര്യം തന്നെയല്ലേ? എനിക്കാകെ ഒരു വല്യച്ഛനേ ഉള്ളൂ. ആ വല്യച്ഛൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നീ വെറുതെ തമാശ പറയല്ലേ? അളിയ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തമാശ പറയുമോ? എന്താണ് രണ്ടും കൂടി ഇവിടെ ഒരു സംസാരം? ശിവാനിയുടെ അച്ഛൻ അവിടേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. ഒന്നുമില്ല വല്യച്ഛ, ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നയാ. മോൻ എന്തു പറ്റി? തലയ്ക്ക് കൈയും കൊടുത്തിരിക്കുന്നു. അത് പിന്നെ അളിയ ഇന്നലെ ആദ്യമായി കുടിച്ചതിന്റെ ഹാങ് ഓവറാണ്, ഇതുവരെ വിട്ടിട്ടില്ല. ഉണ്ണി പ്രതിയെ ദേഷിച്ചു നോക്കിയതും. മോൻ ഇതുവരെ ഡ്രിങ്ക്സ് ഒന്നും കഴിച്ചിട്ടില്ലല്ലേ? ഇല്ലച്ഛ, ഇനി 2 പെഗ് അടിക്കാൻ പുറത്ത് കമ്പനിക്ക് പോകണ്ടേ എന്ന് കരുതിയതാണ്. പക്ഷേ മോൻ കഴിക്കില്ലല്ലോ അല്ലേ? അയാളുടെ സംസാരം കേട്ട് അവനൊന്ന് ഞെട്ടി. ഞാൻ പറഞ്ഞതല്ലേ വലിയച്ഛൻ ഫ്രീ ആയിട്ടുള്ള ആളാണെന്ന്. എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് തന്നെ സംസാരിക്കാം. അല്ലെങ്കിൽ തന്നെ മക്കളോട് സ്ട്രിക്റ്റ് ആയിട്ട് ഇരുന്നിട്ട് എന്ത് കിട്ടാനാണ്? ഞാനും ശിവാനിയും നല്ല ഫ്രണ്ട്സാണ്. മോനെ എനിക്ക് അങ്ങനെ കാണാമല്ലോ. ഓ, അതിനെന്താ? മോന് നന്നായി തലവേദനിക്കുന്നുണ്ടെന്ന് തോന്നുന്നല്ലോ. വേദനിക്കുന്നുണ്ട്. പ്രതി, എൻ്റെ മരുമോൻ്റെ തലവേദന മാറ്റി കൊടുക്കണ്ടേ? പിന്നെ അത് തീർച്ചയായിട്ടും മാറ്റി കൊടുക്കണം. എന്നാ പിന്നെ വാ, ഇവിടെ കാടാ. മിണ്ടാതെ വല്യച്ഛൻ്റെ പുറകെ വാ അളിയ. വേണുവിൻ്റെ ഒപ്പം തന്നെ അവരും പോയി. അയാൾ പോയത് അവരുടെ ഔട്ട് ഹൗസിലേക്കായിരുന്നു. തുടരും. ഇതൊരു ചെറിയ പാർട്ടാണ്. ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. 2 ദിവസം സ്റ്റോറി ഇല്ലാഞ്ഞത് അത്യാവശ്യം നല്ല തിരക്കിൽ പെട്ടുപോയത് കൊണ്ട് മാത്രമാണ്. ഇനി ഡെയിലി മുടങ്ങാതെ സ്റ്റോറി പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ലെങ്ത് ഇച്ചിരി കുറവാണ്, അഡ്ജസ്റ്റ് ചെയ്യുക. വരും പാർട്ടുകളിൽ നമുക്കത് നികത്താം.